ചുരുക്കി പറഞ്ഞ ബിസിനസ് ഓണർ പണിയെടുക്കണം. അത് മൂപ്പര് എടുക്കണ അവസാനത്തെ പണിക്കാരത് അല്ലേ? ഇതിന് കഴിഞ്ഞിട്ട് ടെക് ഡ്രിവൺ ആക്കി ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു കോർ ഡിസിഷൻസ് എടുക്കുക എന്നുള്ള സാധനം മാത്രം. പിന്നെ ആ ബിസിനസ്സിൽ ഇനി അടുത്ത ഏത് ലെവലിൽ കൊണ്ടുപോകണം അങ്ങനത്തെ കുറച്ചും കൂടി ഹയർ ലെവലിലേക്കുള്ള പ്ലാനിങ്ങും ഇംപ്ലിമെന്റേഷനൊക്കെ മൂപ്പര് ചെയ്യേണ്ടി വരാം. അതിൽ ഒരു മെയിൻ സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു റീൽസും ഇതൊക്കെ വന്നിട്ടൊരു ട്രെൻഡ് ഉണ്ട്. അതായത് AI വരികയാണ്, കാര്യങ്ങൾ ഇങ്ങനെ കുറെ അപ്ഡേഷൻസ് വരുമ്പോൾ നമ്മൾ ബിസിനസ് ഇത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് ഔട്ട്ഡേറ്റഡ് ആയി പോകും എന്നൊക്കെ ഉള്ള ഒരു ഫിയർ ഒക്കെ വന്നിട്ട് എന്നാൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അതിന്റെ പുറത്താണ് പല ആൾക്കാരും എന്ത് ചെയ്യണത്. എനിക്ക് കുറച്ച് മുമ്പ് ഒരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ വിളിച്ചിട്ട് പിന്നെ ഇന്ന ബിസിനസ്സാണ്, ബിസിനസ് എന്താ പറഞ്ഞില്ല, ഇങ്ങനെ ബിസിനസ്സാണ്, അപ്പോൾ അതിൽ നമുക്ക് പുതുതായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് ആൾ വിളിക്കുന്നത്. അപ്പം എനിക്കിങ്ങനെ ഡാഷ്ബോർഡിൽ കാണണം. അപ്പോൾ അയാൾ പറഞ്ഞൊരു മെയിൻ സാധനം അതാണ്. അതായത് ഫുൾ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഓഫീസിൽ പിന്നെ സിസ്റ്റത്തിൽ ഇങ്ങനെ കാണാൻ പറ്റണം. അപ്പൊ അത് കാണാൻ പറ്റണം എന്നുള്ളതിന് മുമ്പ് എന്തൊക്കെയാണ് കാണേണ്ടത് എന്നുള്ളത് ആൾ ഡിഫൈൻ ചെയ്യാന്ന് കഴിഞ്ഞാൽ നടക്കൂലല്ലോ. പിന്നെ ഇതിലുള്ളൊരു മെയിൻ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് അൾട്ടിമേറ്റ് സോഫ്റ്റ്വെയർ ഒന്നും അല്ലാതെ തന്നെ സോഫ്റ്റ്വെയർ എന്നുള്ളത് വിടുക, ഒരു സോഫ്റ്റ്വെയർ ടെക് ഡ്രിവൺ ആക്കുക എന്നുള്ള പാർട്ട് തന്നെ വിട്ടിട്ട് പ്രോപ്പർ സിസ്റ്റം ബിസിനസ്സിൽ ഉണ്ടാക്കുക എന്നുള്ളൊരു സംഭവമാണ്. ആ ഉണ്ടാക്കിയ സിസ്റ്റത്തിനെ ഓട്ടോമേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പറഞ്ഞ പാർട്ടൊക്കെ. സോഫ്റ്റ്വെയർസ് ആണെന്നുണ്ടെങ്കിലും ടെക് ഡ്രിവൺ ആക്കുക എന്നുള്ള പ്രോസസ്സ് ശരിക്കും അങ്ങനെയാണ്. അപ്പോൾ ഒന്ന് സിസ്റ്റം തന്നെ ഉണ്ടാവില്ല, പക്ഷെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. ഏതൊക്കെ രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടാവും. കംപ്ലീറ്റ് കാര്യങ്ങളും നല്ല ബിസിനസ് ഉണ്ടാവും, നല്ല സെയിൽ ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ബിസിനസ് സിസ്റ്റം ആവില്ല. ഈ ഓണർ ഇതിന്റെ അടിയിൽ ഇങ്ങനെ കടന്നു ഓടിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. അത് സിസ്റ്റം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അവിടെ എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ആള് മാക്സിമം റോൾസ് ഡെലിഗേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഓരോ റോൾസിനും പക്ക ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ട് ഒരു SOP ഉണ്ടാക്കി എടുത്തിട്ട് ഇങ്ങനെ കേസ് വന്നാൽ ഈ രീതിയിൽ നടക്കണം, ഈ കാര്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ സംഭവം അവിടെ ആദ്യം വേണം. എന്നിട്ട് അതവിടെ നടക്കണം. ചിലപ്പോൾ മൂപ്പര് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ നടന്നോണമെന്നില്ല. അതിനെ മാറ്റങ്ങൾ വരുത്താണ്ടാവും, ഒപ്റ്റിമൈസ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അതൊക്കെ നടന്നിട്ട് ഇതൊക്കെ ഓക്കെ ആയി, ഇപ്പോൾ മൂപ്പരില്ലാത്തതിന് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്നിട്ടാണ് പിന്നെ ഒരു ഓട്ടോമേഷൻ സ്റ്റേജിലാണ് ഒരു സോഫ്റ്റ്വെയർ വരുന്നത്. അപ്പോൾ ഒരു ടെക് ഡ്രിവൺ പ്രോസസ് എന്നൊക്കെ പറഞ്ഞ ഒരു 2 വർഷമൊക്കെ എടുക്കുന്നുണ്ടാവും ചിലപ്പോൾ. ഫസ്റ്റത്തെ ഒരു 6 മാസം ഒരു SOP ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് അവിടെ കാര്യങ്ങൾ ചെയ്ത് ഓക്കെ ആണോ നോക്കി, എന്നിട്ട് പിന്നെ ഇനി ഇത് സോഫ്റ്റ്വെയർക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്ത് അങ്ങനെ ഒരു പ്രോസസ്സായി കാര്യം. അതിന് അങ്ങനെ തന്നെ പ്രോസസ്സായിട്ട് തന്നെ കാണണം. ഒരാളൊരു ബിസിനസ് ബിൽഡ് ചെയ്ത് വന്നൊക്കെ പോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനെ ടെക് ഡ്രിവൺ ആക്കുക എന്നുള്ളതും. അതേപോലത്തെ ഒരു പണിയുമുണ്ട്. ചുരുക്കി പറഞ്ഞ ബിസിനസ് ഓണർ പണിയെടുക്കണം. അത് മൂപ്പര് എടുക്കണ അവസാനത്തെ പണിക്കാരത് അല്ലേ?